ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഐസ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഇത് തികച്ചും വിലക്കുറവും ആർക്കും, അതായത് ഏത് വഴിയെ പോകുന്നതിനും മേടിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ മാക്സിമം നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള പ്രചോദനം ഞങ്ങൾ തരികയാണ്. അപ്പം ഈ ഫോണിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐസ്മാർട്ട്. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഐസ്മാർട്ട്. അതായത് ഹീറോ ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് ഐസ്മാർട്ട്, നമുക്കറിയാം. ആ വണ്ടി വിജയിക്കാതെ വന്നപ്പോൾ അവരിറക്കിയ ഒരു ഫോണാണ് ഈ ഫോൺ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായും. നാപ്റ്റോളുകാർ പറയുന്നവരല്ല, നിങ്ങൾ പറ്റിക്കാൻ പറയുന്നതല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതൊരു ഡുവൽ സിമ്മാണ്. 2 സിം ഇടാനുള്ള ഒരു പ്രത്യേക അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ GPS ഉണ്ട്. GPS എന്ന് പറഞ്ഞാൽ GPS ബ്ലൂടൂത്തും ഉണ്ട്. അതും ഒരു വളരെ ഗുണകരമായ കാര്യമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ ഞെട്ടിപ്പോവും. തികച്ചും 500 രൂപയുള്ളൂ ഈ ഫോണിന്. വെറും ക്ഷമിക്കണം, 600 രൂപയുള്ളൂ. പിന്നെ നിങ്ങൾക്കായതുകൊണ്ട് നമുക്ക് 500 രൂപയ്ക്ക് ഈ ഫോൺ തരാം. 1200. ഇതിൽ പല വിലകളാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളിത് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറയുന്നത് വെറും 600 രൂപയുടെ ഫോണാണിത്. ഇത് ഞങ്ങൾ എൻ്റെ ഡീല് വഴി എടുത്ത ഫോണാണ്. പിന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 1000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 2 ഇതിൽ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ സീരിയൽ നമ്പർ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇത് പുറമേ ഉള്ള ഡിസ്പ്ലേ നമ്മളെല്ലാവരും കണ്ടു. ഇതിനാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഫോൺ ഒന്ന് പൊട്ടിക്കാൻ നോക്കാം. ഓ മൈ ഗോഡ്, ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇവർ വളരെ, അതായത് ലോറി കയറിയാൽ പോലും പൊട്ടാത്ത രീതിയിലാണ് ഇവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്കിത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പേന കൊണ്ട് നമുക്കൊന്നും ചെയ്യാത്തില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പാക്കിങ് പൊട്ടിക്കുക. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര രീതിയിലാണ് ഇവർ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഒയ്യോ, വെട്ടരയ്ക്ക് പോലും വെട്ടിയിട്ട് മുറിയുന്നില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു അമ്മിക്കലിട്ട് ഇടിച്ച് പൊട്ടിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഫോണിന് വന്നാലും ഒന്നും പറ്റത്തില്ല. പൊട്ടിയിരിക്കുന്നു, നമ്മുടെ പാക്കിംഗ് പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, അതാ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐസ്മാർട്ട് എന്ന് പറയുന്ന ഫോൺ. ഓക്കെ, ഓ മൈ ഗോഡ്, ഇതിൽ ക്യാമറയുണ്ട്, ഫ്രണ്ട് ക്യാമറ. എല്ലാവരും ഞെട്ടിക്കുന്നു. വെറും 500 രൂപയ്ക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ഓണാക്കി നോക്കാൻ ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഓണാക്കാൻ പറ്റത്തില്ല. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ചാർജർ ലഭിച്ചിട്ടുണ്ട്. സാധാരണ അവർ പറഞ്ഞത് നമുക്ക് 2 വർഷത്തേക്കുള്ള ചാർജ് ഈ ഫോണിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെണ്ടുകൾ നമുക്ക് ഹെഡ്സെറ്റ് തരാതെ അവർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാറൻറ്റി കാർഡൊക്കെ ഉണ്ട്. 2 മാസത്തെ വാറൻറ്റി ഉണ്ട് ഈ ഫോണിന്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഓണാക്കി നോക്കാം നമുക്ക്. അതാ കമ്പനിയുടെ എംബ്ലം വന്നിരിക്കുകയാണ്. അടിപൊളി സൂപ്പർ മ്യൂസിക് ഒക്കെ ഇട്ടാണ്, BGM ഒക്കെ ഉണ്ട്. ആപ്പിളിനെ വെല്ലുന്ന ലോഗോ. സമയം കാണിച്ചിരിക്കുന്നു 1:43. അതും തെറ്റാണ്. 2 സിം ഇടാനുള്ള അവസരമുണ്ട്. ഇതിൽ താഴത്തെ ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് നേരെ മ്യൂസിക്കിലേക്ക് കിടക്കാം. ഇനി ഇതിൽ ഞെക്കിയാൽ ബാക്ക്. ഇനി മേളത്തെ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും ക്യാമറ. അതാ സ്റ്റൈലിഷ് ക്യാമറയാണ്. നിങ്ങളുടെ ഫേസ് വളരെ നല്ല രീതിയിൽ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഐസ്മാർട്ട് എന്ന് പറയുന്നത്, അതായത് വളരെ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് ഇതിൻ്റെത്. ഏകദേശം 0.45 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെഗാ പിക്സൽ. അത് പറഞ്ഞ നാണക്കേടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരത് രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ഇറങ്ങാം. അടുത്ത ഫീച്ചേഴ്സ് നോക്കാം. റൈറ്റ് സൈഡിലെ ബട്ടണിൽ ഞെക്കുമ്പോൾ അതാ FM റേഡിയോയിലേക്ക് വരുന്നു. FM റേഡിയോയിലേക്കാണ് അതായത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചാനൽ. ഇനി ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ നമുക്ക് മെസ്സേജ് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ അമ്മച്ചിക്ക് മേലെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് ഇടത്തെ സൈഡിലെ ബട്ടൺ ഞെക്കുക. എന്നിട്ട് അമ്മച്ചിക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇനി ഇപ്പോൾ അപ്പച്ചന് മേലെങ്കിൽ അപ്പച്ചന് മെസ്സേജ് അയക്കാം. ഇനി പെട്ടെന്ന് പാട്ട് കേൾക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് താഴെ നിൽക്കാം. അതായത് പുതിയ പാട്ടുകൾ, യേശുദാസിൻ്റെ ആരുടെയൊക്കെ പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് താഴെ നിൽക്കാം. ഓക്കെ, ഇനി വോളിയം കൂട്ടാനും ഇതിൽ ഒരു സ്വിച്ച് ഉണ്ട്. താഴേക്ക് ഞെക്കിയാൽ വോളിയം കൂടും, മുകളിലേക്ക് ഞെക്കിയാൽ വോളിയം കുറയും. വോളിയം മുകളിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ കൂടും, താഴേക്ക് ഞെക്കിയാൽ കുറയും. അതായത് മാക്സിമം ഓ മൈ ഗോഡ് 15 വരെയാണ് മാക്സിമം വോളിയം. അതായത് നമ്മുടെ JBLൻ്റെ സ്പീക്കറിന് അത്രയും വോളിയം വരും ഇതിന്. ഇനി ഈ മേളത്തെ ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് നേരെ കോൺടാക്റ്റുകളിലേക്ക്, അതായത് നമ്മുടെ വീട്ടിലുള്ള അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പപ്പായുടെ മമ്മിയുടെ എല്ലാ നമ്പർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിനി ആരെങ്കിലും നമ്പർ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഫ്രണ്ട് ക്യാമറ എടുക്കാം. ഫ്രണ്ട് ക്യാമറ
അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് ക്യാമറ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അതാ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഇരുട്ട് ഇത് നല്ല വെട്ടമുണ്ട്. ഇപ്പം എൻ്റെ മുഖം കാണാം നിങ്ങൾക്ക്. ഓക്കെ, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. അതാ മേളത്തെ ഫാനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ 8 GB വരെ എക്സ്റ്റെൻഡ് മെമ്മറി കാർഡ് നമുക്ക് എക്സ്റ്റേണൽ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നല്ല ഒരു സ്പീക്കറാണ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലാഷാണ്. രാത്രിയിൽ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ പാമ്പിനെ പഴുതാരനെയൊക്കെ നോക്കി നമുക്ക് പോകാനായിട്ട് നല്ലൊരു ഫ്ലാഷുണ്ട് ഫോണിന്. ബാറ്ററി ഊരുന്നു. അതായത് ഡുവൽ സിം ഇടാനുള്ള സ്ലോട്ടാണ് നമ്മളീ കാണുന്നത്. ഇനി മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഇത് ഇവിടെ സൈഡിൽ തന്നെയുണ്ട്. ഓക്കെ, ഇത് അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വളരെയധികം കോരിത്തരിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇത് ബാറ്ററി കയറാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്നറിയാം ഈ വീഡിയോ കണ്ടിട്ട്. നിങ്ങളെല്ലാവരും മാക്സിമം പോയി എടുക്കുക. ഞങ്ങളുടെ അപ്പുറത്തെ കടയിലുള്ള ആ ചേട്ടനെ മാക്സിമം ഈ ഫോൺ വിറ്റ് തീർക്കാനായിട്ട് സഹായിക്കുക. ഇത് നോക്കൂ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫോൺ ഓണാകും. ഐഫോണിൻ്റെ വെല്ലുന്ന സ്പീഡാണ്. മെനു നമുക്ക് കാണാം. ആദ്യമേ കോൾ ലോഗ് കാണിക്കുന്നു, പിന്നെ മൾട്ടിമീഡിയ, അതായത് നമ്മുടെ പാട്ട്, ക്യാമറ, വീഡിയോ ക്യാമറ, ഇമേജ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ കോണ്ടാക്ട്സ്. ഇനി ഫയൽ മാനേജർ, നമ്മുടെ മെമ്മറി കാർഡ് കാര്യങ്ങളിലെല്ലാം ഉള്ള കാര്യങ്ങൾ കാണിക്കും. മെസ്സേജ്, ഓർഗനൈസർ, സെറ്റിങ്സ്, കോൾ സെറ്റിംഗ് ഉണ്ട്, ഫോൺ സെറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഐസ്മാർട്ട് ഫോൺ, അതായത് ഇതിനു വേണ്ടി ഫോണിന് വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. ഇതിൽ കയറുവാണെങ്കിൽ നമുക്ക് നെറ്റ്, ഗെയിം, അതുപോലെ തന്നെ ഓട്ടോയെ കോൾ വിളിക്കാനുള്ള ഓട്ടോ കോൾ, അതായത് ഓട്ടോയിൽ ഇരുന്ന് കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മൊബൈൽ ട്രാക്കറുണ്ട്, അതായത് മൊബൈൽ ട്രാക്ടറിന് മണ്ടേ കയറ്റി വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കസ്റ്റമർ കെയർ നമ്പർ, ഇതിൽ കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് നേരിട്ട് തന്നിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്താം. പിന്നെ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഫോണിലൂടെ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഫോൺ മാക്സിമം എല്ലാവരും വാങ്ങുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.